പ്രൈസ് ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ഹോശേയ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യം. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കുക. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ലെറ്റ് us acknowledge the Lord your God. ദൈവത്തെ ദൈവം എന്നറിഞ്ഞ് അവനെ നാം ഫോളോ ചെയ്താൽ. രണ്ടാമത്തെ ഭാഗത്ത് വായിക്കുന്നു, അവൻ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അതുപോലെ ഇംഗ്ലീഷിൽ വായിക്കുന്നത്, surely as the sun rises he will appear. ഈ രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഒരു പ്രതീക്ഷയോടാണ് നമ്മൾ കിടക്കുന്നത്. നാളെ രാവിലെ സൂര്യൻ ഉദിക്കും, പ്രഭാതം ഉണ്ടാകും, പകലുണ്ടാകും, നമ്മൾക്ക് എഴുന്നേൽക്കും, നമ്മൾ നമ്മുടെ വർക്കിന് പോകും, നമ്മുടെ ജീവിത രീതികൾ പിന്നെയും ആരംഭിക്കും. അപ്പോൾ സൂര്യൻ ഉദിച്ചാൽ മാത്രമേ വീണ്ടും ഒരു ദിവസം ഉണ്ടാകുകയുള്ളൂ, നമ്മുടെ പ്രതീക്ഷകൾ പൂവണിയുകയുള്ളൂ. അതുപോലെ ഇവിടെ ദൈവവചനം പറയുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 78-79 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു, ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് അവൻ പ്രകാശിച്ചു. ആ ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്നും ഉദയം നമ്മെ സന്ദർശിച്ചു. നമ്മൾ വായിക്കുന്നത്, ഉയരത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ അവൻ നമ്മെ സന്ദർശിച്ച് ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്കായി പ്രകാശിക്കപ്പെട്ട ഒരു ഉദയസൂര്യനായി കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇരുളിൻ്റെ അനുഭവങ്ങൾ, കഷ്ടതയുടെ അനുഭവങ്ങൾ, വേദനയുടെ അനുഭവങ്ങളിൽ കൂടെ നാം കടന്നു പോകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് ഉദയസൂര്യനായി നമ്മൾ പ്രകാശിക്കട്ടെ. നമ്മുടെ ജീവിതം ഒരു പ്രകാശമയമായി തീരുമാറാകട്ടെ. 2, അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകുവാൻ തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്ന പോലെ എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. ഇവിടെ പറയുന്നത്, മഴയും ഹിമവും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് ഈ ഭൂമിയെ നനച്ചത് വിളവ് തന്ന് നമുക്ക് ആഹാരമായി തീർന്നതുപോലെ ദൈവത്തിൻ്റെ വചനം ഈ ഭൂമിയിലേക്ക് വന്ന് അതിൻ്റെ പ്രവൃത്തി ചെയ്തിട്ടേ അത് മടങ്ങിപ്പോവുകയുള്ളൂ. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവജനത്തോട് ദൈവം പറയുന്നു, ഇന്ന് പകൽക്കാലം നാം വചനത്തിനായി ശ്രദ്ധിക്കുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നത് ഒരു പിന്മഴ പോലെ, അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി, അതൊരു നന്മയായി, അത് നമ്മുടെ ജീവിതത്തിൽ ആഹാരമായി, ബലമായി, സന്തോഷമായി തീരുവാൻ ഇന്ന് പകൽക്കാലം ദൈവം സഹായിക്കുമാറാകട്ടെ. അങ്ങനെ നാം വായിച്ചതുപോലെ ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരുമ്പോൾ യഹോവയെ അറിഞ്ഞുകൊള്ളുക, അവനെ അറിയുവാൻ ഉത്സാഹിക്കുക. അവൻ ഉദയം പ്രഭാതം പോലെയും അവൻ മഴ പോലെ, ഭൂമി നനയ്ക്കുന്ന പിന്മഴ പോലെ നമ്മുടെ അടുക്കൽ വരും. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രയാസത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുവെങ്കിൽ ഒരു ഉദയ സൂര്യനായി കർത്താവ് അവരുടെ ഹൃദയങ്ങളിൽ ആമേന്ന് പ്രകാശിക്കുവാനായി, അവരുടെ ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തപ്പെടുവാനായി, ഒരു പിന്മഴ പോലെ ഇറങ്ങി വന്ന് ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ.